മത്തായിയുടെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷവും ചേർത്ത് വായിച്ചാൽ യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും, ചില ഭൂതങ്ങളുടെ മേൽ മാത്രമല്ല, കർത്താവ് ഒരു നിയോഗം കൊടുക്കുകയാണ്, അധികാരം കൊടുക്കുകയാണ്. സകല ഭൂതങ്ങളുടെ മേലും സകല രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള ശക്തിയും അധികാരവും ശിഷ്യന്മാർക്ക് യേശു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിഷ്യന്മാരുടെ മേൽ ഒരു നിയോഗമുണ്ട്. എന്തുവാ നിയോഗം? ബേത്ഫാഗയ്ക്കും ബേഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ അവൻ തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവേൻ. അമ്മേൻ നിയോഗം കൊടുത്തു, വെറുതെ അല്ല അയച്ചത്, അധികാരം കൊടുത്തു. അമ്മേൻ സകല ഭൂതങ്ങളുടെ മേലുമുള്ള അധികാരം, സകല രോഗികളുടെ മേലും രോഗത്തിന്മേലുമുള്ള അധികാരം, ഈ അധികാരം ഏൽപ്പിച്ചിട്ട് യേശു പറയുകയാ, നിങ്ങൾ ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ കർത്താവ് നിയോഗത്തോട് അയച്ചതെന്നറിയാമോ? തനിക്ക് വാഹനമേറുവാൻ ഒരു മൃഗത്തെ യേശു തെരഞ്ഞെടുക്കുകയായിരുന്നു.